എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശൻ ആദർശനോടും നയനയോടും അങ്ങനെ പെരുമാറി എന്നറിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ അനി പറയുന്നുണ്ട് അവരോട് എന്തെങ്കിലും നല്ല വാക്ക് മുത്തശ്ശന് പറയായിരുന്നു എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ അഭിനയിക്കുന്നതാണ് എന്നറിയാവുന്നത് കൊണ്ട് മുത്തശ്ശി പറയും മതി മതി, ഇനി ഇവിടെ നിന്ന് ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, വാശിക്ക് കുറവൊന്നുമില്ല, ഇപ്പോഴും വയ്യാതിരുന്നിട്ടും വന്നേ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. മുത്തശ്ശൻ അങ്ങ് പോയി കഴിയുമ്പം ജയൻ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം വേണമെങ്കിൽ അവിടെ കിടത്താം എന്ന് ഡോക്ടർ പറഞ്ഞതാണ്, പക്ഷെ കേൾക്കണ്ടേ, വാശി കാരണം പോകണം എന്ന് പറഞ്ഞു. പിന്നെ പ്രഷറും കുറഞ്ഞു, ചൂടും ഇത്തിരി നോർമലായപ്പോൾ വിട്ടെന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. അന്നേരം അതിൻ്റെ ഇടയ്ക്കോടെ അഭി പറയുവാണ് മുത്തശ്ശന് അത്രയും സങ്കടം വന്നിട്ടുണ്ട്, അത്രയും വിഷമം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആദർശേട്ടൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് കമ്പനിക്ക് ഇപ്പം ഈ നഷ്ടം ഉണ്ടായത്, ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജയൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് ശരിയായില്ല, നേരാ, അത് മാറാനും അതൊന്ന് തിരുത്തി നേരാവണ്ണം ആക്കാനും നീ ആ സ്ഥാനത്ത് കയറിയിരിക്കുക, അതായിരിക്കും നല്ലത് എന്ന് പറയുവാണ്. അന്തേക്കും ഭയങ്കര ഒരു പ്രതീക്ഷയെ ഇനി ഇരുത്താനങ്ങാനും ഉദ്ദേശമുണ്ടോ എന്നോർത്ത് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുവാണ് അഭി. അന്നേരം ദേവേനി പറയുന്നുണ്ട് അത് നേരാ, ഇവനെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തുവാണെങ്കിൽ നമ്മുടെ കമ്പനി വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തും, അത് മുകളിൽ നിന്നായിരിക്കുകയില്ല, ഏറ്റവും താഴെ നിന്നായിരിക്കും എന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ജയൻ പറയും വാ ദേവേനി നമുക്ക് പോയി കിടക്കാം, കുട്ടികൾ അവിടെ നിന്ന് വിഷമിച്ച് പോകുന്നത് കണ്ടിട്ട് എനിക്ക് ആകെ സങ്കടമായി, അതുകൊണ്ട് മനസ്സിനൊരു സുഖമില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് കയറി പോകുന്നു. പോയി കഴിയുമ്പം അനിയോട് ജലജ പറയുവാണ് എടാ ഇവനിപ്പം നന്നായി, എനിക്ക് കമ്പനി കാര്യങ്ങൾ നോക്കാൻ ഇനി ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം വേണ്ടി വരികയല്ലേ, അങ്ങനെ വരുവാണെങ്കിൽ ദേ ഇവനെ കൂടെ കൂട്ടുക, അതാ നല്ലത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് എനിക്ക് കമ്പനി നോക്കി നടത്താൻ ഒരാളുടെ സഹായം ആവശ്യമുണ്ട്, അതിന് ഇവിടെ അച്ഛനും കൊച്ചച്ഛനും അതുപോലെ ആദർശേട്ടനും ഒക്കെ ഉണ്ട്, അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം, അല്ലാതെ ഇവനെ ഞാൻ കൂടെ കൂട്ടുന്നില്ല, കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ നാശമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോകും. പോയി കഴിയുമ്പം അഭിക്ക് ദേഷ്യം വരുന്നുണ്ട്. അഭി അവൻ്റെ ഒരു അഹങ്കാരം, അമ്മ എന്തിനാ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്, അതിൻ്റെ ആവശ്യം എന്നാ, എനിക്ക് AN ജ്വല്ലറിയിൽ നിന്ന് നല്ലൊരു ഓഫർ വന്നിട്ടില്ലേ പിന്നെ എന്താ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ നീ പോകാൻ തുടങ്ങുമ്പോൾ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ ആ പ്രശ്നങ്ങൾ മൊത്തം നവിയുടെ തലയിലേക്ക് എടുത്തിട്ട് കൊടുക്കണം, അവളുടെ തീരുമാനപ്രകാരമാണ് നീ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചോളും, അവൾക്ക് പറയാനുള്ള വോയിസ് ഉണ്ടല്ലോ അവൾ പറഞ്ഞോളും. പിന്നെ ഞാനിപ്പോൾ ഇവനോട് ഇത് പറഞ്ഞത് വെറുതെ പറഞ്ഞതാ, നീ അവിടെ ജോലിക്ക് പോകുമ്പം പറയാൻ കാരണം വേണ്ടേ, ഇവിടെ ജോലിക്ക് വേണ്ടി വീണ്ടും ചോദിച്ചു എന്നിട്ട് തരാത്തോണ്ടാന്ന് പറയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. റൂമിൽ വന്നതിന് ശേഷം മുത്തശ്ശൻ കട്ടിലേക്ക് ഇരുന്ന് കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ആകെ ക്ഷീണമായി, ആദർശം നയനയും ഈ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമം എന്ന് എനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നേരാണ് എന്ന്. എന്നിട്ട് മുത്തശ്ശൻ പറയുവാണ് അവർ ആശുപത്രി വന്നു കഴിഞ്ഞപ്പം ചെറിയൊരു ആശ്വാസമൊക്കെ മുത്തശ്ശനുണ്ടായി എന്ന്. എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ഞാൻ അതിനെ എതിർക്കാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കൊച്ചുമോൻ അങ്ങ് മുംബൈ ചെന്നപ്പം അവനെ ഓർക്കി കിടത്തിയിട്ട് അവർ കാര്യങ്ങൾ സാധിച്ചെടുത്തു, അതുപോലെ തന്നെ ദുബായിൽ ജയിലിൽ കയറ്റാനും ശ്രമിച്ചു, അങ്ങനെ അവൻ്റെ പുറകെ തന്നെ കൂടിയേക്കുന്ന ശത്രുക്കൾ അവനെ കൊല്ലാനും മടിക്കില്ല, പക്ഷേ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നും അവൻ കമ്പനിയുടെ തലപ്പത്ത് നിന്ന് മാറി എന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അവൻ്റെ പുറകെ പോകില്ല, അതുകൊണ്ട് അവന് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മുടെ ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടി അവൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അവന് കൂട്ടായിട്ട് നയനമോളും കല്യാണിയും കിരണും എല്ലാവരും ഉണ്ട്, അവർ ആ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും, അങ്ങനെ അവൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, എൻ്റെ സങ്കടം അത് സാരമില്ല എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമമാണെങ്കിൽ അവനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വിളിക്കാമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയും എൻ്റെ മനസ്സ് നീ അറിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പറയല്ലേ, നമ്മുടെ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവൻ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. അത് കഴിയുമ്പോൾ മുത്തശ്ശി പറയും ഇനി ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, കയറി കിടക്കുക എന്ന് പറയും. അങ്ങനെ മുത്തശ്ശൻ കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങുവാണ്. പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട്. അനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദു വിളിച്ചിട്ട് മുത്തശ്ശൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് കേട്ടോ ആദർശേട്ടനെയും നയനേച്ചയും കാണാത്തതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കര ക്ഷീണവും പനിയും ഒക്കെ വരുന്നത് എന്ന് പറയുമ്പം അങ്ങനെ ഒരു സങ്കടം മുത്തശ്ശനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് അനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദു പറയുവാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്, 2 ദിവസം കഴിയുമ്പം എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇരുന്നപ്പോൾ അതിനിടയ്ക്ക് ഒരു നല്ല സന്തോഷ വാർത്തയാലോ, നമുക്കിത് ആഘോഷിക്കണം എന്ന് പറയുമ്പം വേണ്ടടാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പം വേറെ
കാര്യമില്ല, നമ്മൾ രണ്ടുപേരും തന്നെ, നമ്മൾ പ്രേമിച്ച് തുടങ്ങിയിട്ട് വരുന്ന ആദ്യത്തെ ബർത്ത്ഡേ ആണ് നിൻ്റെ, അത് നമുക്ക് ആഘോഷിക്കണം, നമ്മൾ രണ്ടുപേരും മാത്രം മതി, വേറെ ആരോടും പറയണ്ട എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും, നീ വേറെ ആരോടും എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആരെ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം, നവീനോട് പറയണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും. അന്നേരം അതെന്താണെന്ന് ചോദിക്കുമ്പം, വേണ്ട, വേറെ ആരും വേണ്ടാന്ന് തന്നെ അനി പറയുവാണേ. അന്നേരം നന്ദു പറയുന്നുണ്ട്, നവീനേട്ടന് അറിയില്ലായിരിക്കും, പക്ഷെ രാകേഷിനും വിഘ്നേഷിനും ഒക്കെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ അറിയാവുന്നതാ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ആഘോഷിക്കുന്നില്ല, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്ന് അവരോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നന്ദു അത് സമ്മതിക്കുന്നുണ്ട്. ആദ്യം വേണ്ടെന്നൊക്കെ പറയും, പിന്നെ അനി അങ്ങ് നിർബന്ധിക്കുമ്പം അങ്ങ് സമ്മതിക്കുന്നു. അത് ഇനി ഫോൺ വെക്കുക എന്ന് പറയുവേ. കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ഫോൺ വെച്ചിട്ടില്ല, അപ്പുറത്തും ഇപ്പുറത്തും ഫോണും പിടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നന്ദു ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് അനി ഹലോ വയ്ക്കുക. അന്നേരം നീ എന്താ വെക്കാത്തേ എന്ന് ചോദിക്കുമ്പോൾ, നീ ആദ്യം വെക്കുക എന്നിട്ട് ഞാൻ വെക്കുന്നുള്ളൂ എന്ന് പറയും. അന്നേരം പിന്നെയും കുറച്ച് നേരം കൂടെ സംസാരിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇനിയും സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മ കാണും, പിന്നെ ഈ വിളിയും പരിപാടിയും ഒന്നും നടക്കുകയില്ല, ഞാൻ വിളിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അമ്മ എൻ്റെ കൂടെ ചിലപ്പോൾ ഈ റൂമിൽ ഒന്ന് കിടക്കും, അതുകൊണ്ട് എന്നേക്കുമായി ഈ വിളി അങ്ങ് നിന്ന് പോകും, അതുകൊണ്ട് വെച്ചേക്കാം എന്ന് പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, അത് നേരെ, ഇനി നീ ആ ഫോൺ അങ്ങ് സൈലൻ്റ് ആക്കിയിട്ട് കയറി കിടന്നോ, ആരും നിന്നെ വിളിക്കുകയല്ലോ എന്ന്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അല്ല ആ നവീനൊക്കെ ഈ സമയത്ത് നിന്നെ വിളിക്കാറുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതായെന്ന് പറയുമ്പം നന്ദു പറയും, നവീനേട്ടൻ ഒരു പാവമല്ലേ, വിളിക്കുന്നെങ്കിൽ വിളിച്ചിട്ടോടാ, അതിനെന്തായെന്ന് ചോദിക്കും. അന്നേരം ഡയറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ലല്ലോ, ഉറപ്പിച്ച് അവൻ വിളിക്കുമ്പോൾ എടുക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് അനി ഇങ്ങനെ മനസ്സിലോർക്കുക, എൻ്റെ കൂട്ടുകാരനൊക്കെയാണ് നവീൻ, പക്ഷേ അവൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവളെ വിളിക്കുകയും അവനെ നന്ദു പൊക്കി കയറി പറയുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ അനി മനസ്സിലോർക്കുന്നുണ്ട്. പിന്നീട് ആദർശിനെയും നയനയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ നേരത്തെ ഈ നമ്മുടെ മൂർത്തി ജ്വല്ലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറേ നാൾ വർക്ക് ചെയ്തതിന് ശേഷം അമേരിക്കയ്ക്ക് പോയേക്കുമായിരുന്നു. ഇപ്പോൾ എന്തോ ലീവിന് വന്നതാണ്, ഒരു 2-3 മാസം നാട്ടിൽ കാണും. അപ്പം അവിടെ ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആദർശ് അവളെ വിളിക്കുന്നത്. കാരണം AM ജ്വല്ലറിയിൽ ഇപ്പം ഡിസൈനേഴ്സിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വഴി എങ്ങനെയെങ്കിലും മാളവിക അവിടെ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഇവർക്ക് രഹസ്യങ്ങളൊക്കെ ചോർത്താൻ ഒരാളെ ആവുമല്ലോ, അതിനാണ് മാളവികയെ വിളിക്കുന്നത്. വിളിച്ചിട്ട് മാളവികയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. മാളവിക പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സാറിനെ സഹായിക്കാം, സാറ് MD സ്ഥാനം ഒഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, അന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മാറി നിൽക്കാൻ മുത്തശ്ശൻ പറഞ്ഞേനെ, അതെനിക്ക് ഒരുപാട് വിഷമമായേനെ, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അത് മുൻകൂട്ടി കണ്ട് മാറി നിന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ മാളവിക പറയുന്നുണ്ട്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്, അത് ഭയങ്കര ടഫായിരിക്കും എന്നൊക്കെ കേട്ടു, ഞാൻ എന്താ ചെയ്യുന്നത്, പരീക്ഷണമാണെങ്കിൽ ഞാൻ തോറ്റുപോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, എന്ത് ടാസ്ക് തന്നാലും ഞങ്ങളെ അറിയിക്കണം, ഞങ്ങൾ ഇവിടെ ഇരുന്ന് സഹായിച്ചോളാം, എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം മാളവിക പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം, എന്തായാലും അവിടെ കിടന്നുകൂടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ടാണ് മാളവിക അവിടുന്ന് ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്നത്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ അത് നോക്കി നിൽക്കുന്നുണ്ട് ആദർശൻ നയനയും. പിന്നീട് മാളവിക AM ജ്വല്ലറി ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. മാളവിക കയറി ചെല്ലുന്നു. മാനേജറെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, ഇൻ്റർവ്യൂവിൽ നിന്ന് എത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്നു. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡേവിഡിൻ്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ ചെന്നതിന് ശേഷവും ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു, അതുപോലെ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഡേവിഡ് പറയും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന്, മൂർത്തി ജ്വല്ലറിയിൽ ഇതിനു മുമ്പ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ ഒരുപാട് പേരെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് മനസ്സിന് പിടിക്കുന്ന രീതിയിൽ ഒരാളെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇതിൽ താൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ താൻ മനസ്സിൽ കാണുന്നതിനപ്പുറം ഒരു ശമ്പളം ഞങ്ങൾ തന്നിരിക്കും, അതുപോലെ താനും തൻ്റെ ഡിസൈനും ഒരു ബ്രാൻഡായി തന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരും എന്നൊക്കെ പറയുമ്പം അത്രയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഇൻ്റർവ്യൂവിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം അവരൊരു തീം പറയും, അത് 1 മണിക്കൂറിനുള്ളിൽ അതനുസരിച്ചുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കി കൊടുക്കണം. അന്നേരം 1 മണിക്കൂറേ ഉള്ളൂ, ഞാൻ പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം തയ്യാറാക്കി അയച്ചാൽ മതിയോ, അത് ഇവിടെ ഇരുന്ന് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടെ ഒരു ക്യാബിൻ കൊടുക്കും, അവിടെ ഇരുന്ന് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുവാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ ഭയങ്കര ടഫ് ആവുമല്ലോ, ഞാൻ തോറ്റു പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം, തോറ്റുപോയാൽ തിരിച്ചു പോകുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് ഇനിയും USA തിരിച്ചു പോകാമല്ലോ, അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു ഒരുമാതിരി ഭേദപ്പെട്ട ഒരു ഡിസൈൻ കിട്ടിയാൽ മാത്രമേ ഞങ്ങളിവിടെ
കൂടെ എടുക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഏതായാലും മാളവിക ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാറേ, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുമ്പം അങ്ങനെ ശ്രമിച്ച് താൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നോടൊപ്പം വിജയിക്കുന്ന ഞങ്ങളും കൂടി ആയിരിക്കും എന്നൊക്കെ ഡേവിഡ് പറയുന്നുണ്ട്. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിനിടയ്ക്ക് ഡേവിഡ് പറയുന്നുണ്ട്, ഡിസൈൻ വരച്ചാലും അത് എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, ഇതിന് മുകളിൽ വേറെ ആൾക്കാരും ഉണ്ട്, അവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്ന് പറയുമ്പം മാളവിക മനസ്സിലാക്കുവാണ് ഡേവിഡ് അല്ല ഇതിൻ്റെ തലപ്പത്തുള്ള ആൾ, വേറെ ആളാണ് എന്ന്. അന്നേരം ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, ഓഹോ അപ്പം തനിക്ക് മുകളിലും ഇതിൻ്റെ അകത്ത് ആളുണ്ടല്ലേ എന്നിങ്ങനെ മാളവിക അത് നോട്ട് ചെയ്യുന്നുണ്ട് ആ പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞ് ഒരു ക്യാബിൻ കൊടുക്കുവാണ് മാളവികയ്ക്ക്. മാളവിക അവിടെ പോയി ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് ആ കൊടുത്തിരിക്കുന്ന തീം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. അത് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യുന്നുണ്ട് നയനയ്ക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കണ്ടതിന് ശേഷം ആദർശിനോടും പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി കാണിച്ചും കൊടുക്കുന്നു. എന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് ഇത് ഇത്തിരി ടഫാണല്ലോ എന്ന് ആദർശ് പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ടഫാണ്, പക്ഷേ മാക്സിമം നല്ല രീതിയിൽ 1 മണിക്കൂറിനകം ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ടാണല്ലോ വരച്ചത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ ചിലപ്പോൾ അവരത് അംഗീകരിക്കും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് നയന പറയുന്നു. അന്നേരം ആദർശ് പറയും, സമയം കളയേണ്ട, നീ സ്റ്റാർട്ട് ചെയ്തു, ഞാനിത് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടുവാണെങ്കിൽ ഞാനും എൻ്റേതായ രീതിയിൽ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അങ്ങനെ ആദർശ് പറഞ്ഞതനുസരിച്ച് നയന അവിടെ ഇരുന്ന് ഡിസൈൻ വരയ്ക്കുവാണ്. ഈ സമയം മാളവികയുടെ ക്യാബിനിലേക്ക് മാനേജർ വരുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ വരയ്ക്കുവാണെങ്കിൽ താൻ രക്ഷപ്പെടും, ആ രീതിയിലാണ് ഇനി എയിൻ ജ്വല്ലറി വളരാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം, ഇതിൽ ടഫാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സമയം കളയാതെ വരച്ചു എന്ന് പറഞ്ഞ് മാനേജർ പുറത്തേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും ഡിസൈനൊക്കെ വരച്ചിട്ട് നയന അതിൻ്റെ ഒരു കോപ്പി മാളവികയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. മാളവിക അതെടുത്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് വരയ്ക്കണ്ടേ, അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.